പേര് കൊള്ളാമല്ലോ. പക്ഷെ ആള് പെറ്റക. വിഷ്ണുവോ? അല്ല, പരമേശ്വരൻ. അപ്പൊ ഇവന്? അമ്മ പോയിട്ട് വരണം. എന്നെ ആരും ചെയ്യാൻ പോകുന്നില്ല. നീ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോടാ? ഉണ്ട്. എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. നമസ്കാരം, ഞാൻ അശോകൻ. മൗണ്ടൻ ഹൗസിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം. നിങ്ങളെല്ലാവരും ഈ ഓണം നന്നായി ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക. എല്ലാ വർഷത്തേക്കാളിലും കുറച്ച് വ്യത്യസ്തമാണ് നമ്മുടെ ഈ വർഷത്തെ ഓണം. കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എങ്കിലും നിങ്ങളെല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാവ് ഫൺ. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ബാബു ആൻ്റണി. നമസ്കാരം, ഞാൻ കുണ്ട്ര ജോണി. മൗണ്ടൻ ഹൗസിലെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് കൃഷ്ണ, റൈറ്റർ ഡയറക്ടറാണ്. ഈലം എന്ന സിനിമയുടെ സംവിധായകനാണ്. മൗണ്ടൻ ഹൗസ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണപരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെ കൈ കിട്ടിയിട്ടും നഷ്ടപ്പെടുത്തിയ പമ്പര വിധി. ഐ ആം ഷുവർ അപ്പോ അവർ തന്നെയാണ് എന്റെ മകളെയും. അവരെ സിറ്റി വിട്ടു പോകാൻ അനുവദിക്കരുത്. ഇന്ന് രാത്രിക്കുള്ളിൽ അവരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ തൊപ്പി ഞാൻ പറപ്പിക്കും. നമസ്കാരം. മൗണ്ടൻ ഹൗസിലെ എല്ലാ സുഹൃത്തുക്കൾക്കും, എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും, കുടുംബാംഗങ്ങൾക്കും സന്തോഷകരമായ ഒരു ഓണം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. നിന്റെ അപ്പച്ചൻ നിന്നെ വിത്തായിട്ട് തൂക്കിക്കൊണ്ടിറങ്ങുന്ന കാലത്ത് ഞാൻ ഒരുപാട് ക്രീഡ കളിച്ചിട്ടുണ്ട് കേട്ടാ. കളിക്കായിരിക്കുമോ? ആ, എന്താ പറയാ, ഇവിടെ വന്നേ. നീ ആ വണ്ടി കൊണ്ടിട്ട് എന്തുട്ടറ കാണിച്ചേ? ഇപ്പം ഞാൻ പെട്ട പോലെ ആയില്ലേ? പ്രിയമുള്ളവരെ, നമസ്കാരം. ഓണം, ഓണപ്പരീക്ഷ, ഓണാവധി, പൂക്കളം, ഓണസദ്യ, പുലിക്കളി. ഒരിക്കലും തിരിച്ചു വരാത്ത ഓർമ്മകളുടെ ആവിഷ്കാരം. കാലം അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലത്തിന് ഒഴുകാതിരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ പാലട പ്രഥമൻ്റെയും പരിപ്പ് പായസത്തിൻ്റെയും രുചിയോർമ്മകൾക്ക് ഈ ഒഴുക്കിനെ കുറച്ച് സമയത്തേക്കെങ്കിലും പിടിച്ചു നിർത്താനുള്ള ശക്തിയുണ്ട്. അല്ലെങ്കിൽ പ്രജാക്ഷേമ തൽപരനായ മാവേലി മന്നൻ്റെ എഴുന്നള്ളത്ത് ഇന്നും സജീവമായി അനുസ്മരിക്കപ്പെടുകയില്ലല്ലോ. ആധുനികതയുടെ പൊള്ളയായ വർണ്ണച്ചമയങ്ങൾ ജീവിത നാടകത്തിന് ഭാവപ്പകർച്ച നൽകുമെങ്കിലും ലോകത്തെമ്പാടുമുള്ള മലയാളികൾ മാവേലി മന്നനോടൊത്ത് സദ്യ ഉണ്ണാൻ
ഒത്തുചേരാതിരിക്കുകയില്ല. തിരിച്ചു വരാൻ നമുക്ക് മലയാളത്തിൻ്റെ സ്വന്തമായ എള്ളോളം കളങ്കമില്ലാത്ത പൂക്കളത്തിലേക്ക്. നോർത്ത് കാലിഫോർണിയയിലെ മലയാളികളുടെ കൂട്ടായ്മയായ മോഹത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. More than a dream? പ്രേമേ, ഇതെന്താ ഈ സാരിയൊക്കെ എടുത്ത് എങ്ങോട്ടാ യാത്ര? തമ്പി ഓർക്കുന്നുണ്ടോ? 3-4 വർഷം മുമ്പ് നമ്മൾ മൗണ്ടൻ ഹൗസിൽ ഓണം കൂടാൻ പോയത്? ഓർക്കുന്നുണ്ടല്ലോ. എനിക്ക് അവിടെ ഇന്ന് ഓണമാണ്, അവിടെ ഓണം കൂടാൻ പോകാൻ എനിക്ക് ഒരു മോഹം. ഓ, മോഹം. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത്. അവരുടെ അസോസിയേഷന്റെ പേരാ മോഹം. ആണോ? പക്ഷെ പോകാൻ പറ്റത്തില്ലല്ലോ. കൊറോണ, കോവിഡ്, ഇപ്പൊ എല്ലാരും വീട്ടിലിരുന്നല്ലേ ആഘോഷം. അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും കൂടെ അവർക്കൊരു ആശംസ കൊടുക്കാം. ശരി. മൗണ്ടൻ ഹൗസിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മലയാളികൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ വെറും ഒരു ബ്രഹ്മചാരി. നിന്നെ പോലെ അഭ്യാസങ്ങളും ആ മുറകളും ഒന്നും എനിക്കറിയില്ല. എന്റെ കയ്യിൽ ആയുധങ്ങളും ഇല്ല. എന്നെ വെറുതെ വിട്ടൂടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനോജ് കെ ജയൻ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സന്തോഷം. കാലിഫോർണിയയിലെ മൗണ്ടൻ ഹൗസ് അസോസിയേഷൻ ഓഫ് മലയാളീസ് മോഹത്തിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷങ്ങളൊക്കെ വളരെ ഗംഭീരമാവാൻ, ആഘോഷമാവാൻ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഹാപ്പി ഓണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തിരുവോണമാണ്. എല്ലാവരും അതിൻ്റെ ആഘോഷങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആശാ ശരത്താണ്. കാലിഫോർണിയയിലെ മോഹം അസോസിയേഷൻ അണിയിച്ചൊരുക്കുന്ന ഓണത്തിരക്കുകളിലാണ് നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് ഈ ഓണാശംസയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുവാനൊരു കാരണമുണ്ട്. എൻ്റെ പ്രിയ കൂട്ടുകാരി സ്മിഷി. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരെന്നല്ല, അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പഠിക്കുന്ന കാലത്തെ പഠിക്കാൻ മിടുക്കിയും കലാകായിക കാര്യങ്ങളിലെല്ലാം മുൻപന്തിയിലുമുള്ള ഒരു മിടുക്കിയായിരുന്നു എൻ്റെ സുഹൃത്ത് സ്മിഷി ഈ അസോസിയേഷനിൽ ആക്റ്റീവ് മെമ്പറാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, സ്മിഷിയുടെ കുടുംബം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ്. മമ്മി ഉണ്ടാക്കിയ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. മമ്മി ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല എന്നറിയുന്നതിൽ വളരെ സങ്കടമുണ്ട്. എങ്കിലും ഈ ഓണം നിങ്ങളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എല്ലാവർക്കും മോഹം അസോസിയേഷനിലെ ഓരോ അംഗങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. സോ ഹാപ്പി ഓണം ടു യു ഓൾ. താങ്ക് യു സോ മച്ച്. Namaste. I would like to convey my greetings on the occasion of the Harvest Festival of Onam, and also which is considered as the New Year for all the Malayalis in India and abroad. A very, very special greetings from me. This festival brings in so much happiness. This festival is basically a Thanksgiving festival for the bumper harvests we make during the harvest season. And I'm happy that you all in
US are celebrating this particular festival in a big way despite the restraints of the extraordinary and unprecedented effect of COVID-19. Celebrating festivals always has a different significance because we all celebrate these festivals to celebrate our culture, our values, and also pass on these to the next generations. I would like to appreciate the members and the office bearers of this Mountain House of Malayalis Association. A special Onam greetings and also my appreciation for continuing this tradition. Having said that, on this auspicious occasion, I would like to pray the Almighty that we all come out of this particular pandemic very soon and we will be able to celebrate other festivals and next Onam certainly in a big way, physically meeting each other. I am particularly reminded about the Onam Sadhya and particularly the various kinds of payasams which are served on these days. I'm sure you are all enjoying this, and then I would like to meet you all in person as and when the situation permits. Once again, I would like to wish you and your families and other Malayalis living on the West Coast a happy Onam. Thank you very much.